പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഗദ്ഗദാക്ഷരങ്ങളോടെ സുമന്ത്രരോട് ദശരഥ മഹാരാജാവ് പറഞ്ഞു, ദുഷ്ടത മാത്രം രൂപം കൊണ്ട് കൈകേയിയുടെ വലയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ ഞാൻ വിഘ്നന്മാരായ വൃദ്ധരോടോ ആത്മാർത്ഥ സ്നേഹമുള്ള സുഹൃത്തുക്കളോടോ അമാത്യവര്യന്മാരോടോ യാതൊന്നും ആലോചിച്ചില്ല. അജ്ഞാനത്തിന് അടിമപ്പെട്ട എനിക്ക് ഒന്നും തോന്നിയില്ല. ഒരു ദുരാചാരിക്ക് വേണ്ടി കാര്യം തീർച്ചപ്പെടുത്തി. സൂത, ഒരു പക്ഷേ ഈ വംശത്തിൻ്റെ ഉന്മൂലനാശത്തിനു വേണ്ടി ദൈവനിയോഗത്താൽ വന്ന ഒരു ബാധയാകാം ആ ദുഷ്ട. സുമന്ത്രരെ, ഞാൻ താങ്കൾക്ക് ഇന്നുവരെ വല്ല ഉപകാരവും ചെയ്തതായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെയെല്ലാം പ്രതിഫലമായി ഒരൊറ്റ കാര്യം നിർവഹിച്ചു തരണം. എൻ്റെ ഉണ്ണിയുടെ അടുത്ത് എന്നെ കൊണ്ടുപോയാക്കൂ. എൻ്റെ പ്രാണൻ കിടന്ന് പിടയ്ക്കുകയാണ്. എൻ്റെ വാക്കുകൾ കൽപ്പനയായി സ്വീകരിക്കുമെങ്കിൽ അതിവേഗം രാമനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. രാമനെ കാണാതെ ഒരു ക്ഷണം പോലും ജീവിക്കുവാൻ ഈ വൃദ്ധന് സാധിക്കുകയില്ല. പരാക്രമശാലിയായ ഉണ്ണി ദൂരത്ത് എവിടെയോ ആയിരിക്കും. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. വില്ലാളി വീരനായ ലക്ഷ്മണൻ്റെ അഗ്രജനെ സീതയും ഒന്നിച്ച് എനിക്ക് ഉടനെ കാണണം. എന്നാൽ മാത്രമേ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ. സൂത, ചെന്താമരാക്ഷൻ മഹാബാഹു രത്നകുണ്ഡലങ്ങൾ അണിഞ്ഞവൻ എൻ്റെ രാമൻ, അവനെ കാണാതിരുന്നാൽ എൻ്റെ യാത്ര അന്തകാലയത്തിലേക്കാകും. യശസ്സേറിയ രഘുവംശത്തിന് ഇമ്പമേകിയ കുമാരനെ കാണാത്തതിലും വലിയതായൊരു ദുഃഖം എന്താണുള്ളത്? ഹാ രാമ, ഹാ ലക്ഷ്മണ, ഹാ സീതേ, വെറുമൊരു അനാഥനെ പോലെയായി തീർന്ന് ഞാൻ മരിക്കുകയായി. അപാരമായ ദുഃഖാർണവത്തിൻ്റെ മധ്യത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന അരജൻ വീണ്ടും തുടർന്നു. രാമൻ്റെ വിയോഗവ്യസനമാകുന്ന വിസ്താരം, ദീനവിലാപമാകുന്ന മഹാശബ്ദം, ദീർഘനിശ്വാസമാകുന്ന അല ചൂഴി, സീതാവിരഹമാകുന്ന തീരം, മാറത്തടിക്കുന്ന കൈ, ചലനമാകുന്ന മത്സ്യം, കൈകേയിയാകുന്ന ബടവാഗ്നി, അഴിച്ചിട്ട് ചിന്നിച്ചിതറിയ തലമുടിയാകുന്ന ചണ്ടി, രാമൻ്റെ വിദൂരവാസമാകുന്ന നീളം, ആ കൂനിയുടെ വാക്കാകുന്ന മുതല, ദുഷ്ടയുടെ വരമാകുന്ന വേലിയേറ്റം, ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് എൻ്റെ ബാഷ്പമാകുന്ന ഘോരവർഷത്തിന് കാരണമായി തീർന്നു. ഈ ശോകസാഗരം കടക്കുവാൻ ജീവനോടെ എനിക്ക് സാധിക്കുകയില്ല. ദേവി കൗസല്യെ, രാമനില്ലാതെ ഞാൻ ഈ സമുദ്രത്തിൽ മുങ്ങിപ്പോയല്ലോ. ലക്ഷണാന്വിതനായ ലക്ഷ്മണനോടുകൂടി രാമനെ കാണുവാൻ എത്ര കൊതിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഇങ്ങനെ വിലപിച്ച് വിലപിച്ച് പള്ളിമഞ്ചത്തിലേക്ക് വീണ്ടും ബോധമറ്റു വീണ നരേന്ദ്രനെ കണ്ടപ്പോൾ കൗസല്യാദേവിയുടെ ഭയം അനേകം ഇരട്ടിച്ചു. ഭൂതബാധ പോലെ വിറച്ച് നിലത്ത് വീണ് ഉരുണ്ട് കരയുന്ന കൗസല്യാദേവി ഹൃദയെപ്പോലെയായി തീർന്നു പറഞ്ഞു, സൂത, എവിടെയാണോ കാകുസ്ഥനും സീതയും ലക്ഷ്മണനുമുള്ളത് അവിടേക്ക് ഉടനെ എന്നെ കൊണ്ടുപോകൂ. ഇവിടെ ഒരു വിനാഴിക പോലും ജീവിക്കുവാൻ സാധ്യമല്ല. തേർക്കൂട്ടു, ദണ്ഡകാരണ്യത്തിൽ അതിവേഗത്തിൽ എത്തണം. ഇല്ലെങ്കിൽ ഞാൻ കാലപുരുക്കി പോകും. സ്നേഹസ്വരൂപിണിയായ കൗസല്യാദേവിയെ തൊഴുതുകൊണ്ട് ബാഷ്പപ്രവാഹത്താൽ ഇടറിയ ശബ്ദത്താൽ സുമന്ത്രർ, ദേവി ദുഃഖം ഒതുക്കൂ. അതുകൊണ്ടുണ്ടായ പരിഭ്രമവും അന്ധത്വവും കളയൂ. അവിടുത്തെ വത്സലകുമാരൻ സന്താപം ഒട്ടുമില്ലാതെയാണ് കാനനത്തിൽ വസിക്കുന്നത്. ജിതേന്ദ്രിയനും ധർമ്മജ്ഞനുമായ ലക്ഷ്മണൻ ആ പാദശുശ്രൂഷ ചെയ്ത് ഈ ലോകത്തിലെയും പരലോകത്തിലെയും സുഖം അനശ്വരമായി സമ്പാദിക്കുന്നു. പതിപ്രാണയായ മൈഥിലി ദേവി സ്വഭവനത്തിലെന്ന പോലെ കുമാരനോടൊന്നിച്ച് സാനന്ദം വസിക്കുന്നു. അരണ്യ ജീവിതം എത്രയോ കാലമായി ശീലിച്ചതുപോലെയാണ് സീതാദേവിയുടെ പെരുമാറ്റവും ആനന്ദവും കണ്ടാൽ തോന്നുക. അരമനയിലുള്ള ആരാമങ്ങളിൽ വിഹരിക്കുന്നത് പോലെ ശൂന്യമായ കൊടുങ്കാട്ടിൽ ജാനകീദേവി സസന്തോഷം രമിക്കുന്നു. ശ്രീരാമദേവനിലുള്ള അചഞ്ചല ഭക്തി സ്നേഹങ്ങളാൽ ആ പൂർണ്ണചന്ദ്രവദന വിജന വനങ്ങളിൽ ഒരു കുട്ടിയെപ്പോലെ ഓടിക്കളിക്കുന്നു. ശ്രീരാമദേവനില്ലാത്ത അയോധ്യാനഗരിയാണ് ദേവിക്ക് കാട്. പോകുന്ന വഴിക്ക് ഗ്രാമങ്ങൾ, നഗരങ്ങൾ, നദികൾ, മരങ്ങൾ എന്നിവയെപ്പറ്റി ദേവനോടോ അനുജനോടോ ചോദിക്കുന്നത് എത്ര ജിജ്ഞാസയോടെയാണെന്നറിയുമോ? കൊട്ടാരത്തിൽ നിന്ന് ഒരു വെളിപ്പാടകലെയാണ് താൻ എന്ന് വിശ്വാസമാണ് ജനക രാജർഷി സൂതയ്ക്ക് എന്ന് തോന്നും. ചെറിയമ്മയെപ്പറ്റി യാതൊന്നും എനിക്ക് തോന്നുന്നേയില്ല. സീതാദേവിയുടെ ഈ വാക്കുകൾ മാത്രമേ അടിയന് ഇപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ. മറ്റൊന്നും തോന്നുന്നില്ല. ആലോചിക്കാതെ നാവിൽ നിന്നുദിച്ച ആ വാക്കുകൾ മറയ്ക്കുവാൻ സാരഥി മധുരമായി തുടർന്നു. ദേവി, വഴിയാത്ര, ഭയം, കൊടുങ്കാറ്റ്, വെയിൽ, ഇതുകൊണ്ടൊന്നും ചന്ദ്രികാസുന്ദരമായ ആ നിറത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ശരൽക്കാല ശശാങ്കതുല്യമായ ചെന്താമരപ്പൂ സദൃശമായ ആ ആനനത്തിന് ചെറിയൊരു മങ്ങൽ പോലും വന്നിട്ടില്ല. ആഭരണങ്ങൾ അണിഞ്ഞ് കാഞ്ചി നൂപരങ്ങളുടെ കളകിഞ്ചിതത്തോടെ കുമാരി അരമനയുടെ മുറ്റത്തെന്ന പോലെയാണ് അടവിയിൽ ഓടിക്കളിക്കുന്നത്. മധയാനിയോ കേസരി വീരനോ ക്രൂര വ്യാക്രമോ നേരിട്ട് വന്നാൽ കൂടി ശ്രീരാമലക്ഷ്മണന്മാരുടെ ബാഹുക്കളിൽ പരിപൂർണ വിശ്വാസമുള്ള ദേവിക്ക് തീരെ ഭയം കാണുന്നില്ല.
മഹാറാണി, ഒരു നിലയ്ക്കും ദുഃഖത്തിൻ്റെ ഒരു കണിക അവരിൽ കാണുവാൻ അടിയന് സാധിച്ചിട്ടില്ല. വലിയ തമ്പുരാനും ഒട്ടും വിചാരപ്പെടരുതേ. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ സർവ്വലക്ഷണങ്ങളുമൊത്ത സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ പാദപത്മങ്ങളിലേക്ക് ഒരു രാജഹംസി പോലെയാണ് പോകുന്നത്. മാത്രമല്ല, ശ്രീരാമദേവൻ്റെ ഈ ചരിത്രം ലോകത്തിൽ അനശ്വര പ്രതിഷ്ഠ ലഭിക്കുന്നതാണ് തീർച്ച. അല്ലല് അല്പവും ഇല്ലാതെ തികഞ്ഞ സന്തോഷത്തോടെ മഹർഷീശ്വരന്മാരെ പോലെ കായും കനിയും ഭക്ഷിച്ച് പിതാവിൻ്റെ പ്രതിജ്ഞ പാലിക്കുകയാണ് അചിന്ത്യമാഹാത്മ്യമുള്ള അവർ. പുത്രശോകം കുറയ്ക്കുവാൻ വേണ്ടി സൂതൻ ഇപ്രകാരം യുക്തിയോടെ പറഞ്ഞുവെങ്കിലും കൗസല്യാദേവിയുടെ വിലാപത്തിന് അല്പം പോലും കുറവുണ്ടായില്ല. ഓമന മകളെ, ലക്ഷ്മണകുമാര, രഘുവംശനന്ദന എന്നിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.